അത് കുറച്ച് മുമ്പോട്ട് പോകും, പിന്നെ നമ്മളെ എന്താ പറയുക പിന്നെയും ബ്രേക്ക് ചെയ്യും, നമ്മളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നതായിട്ട് പിന്നീട് കാണാൻ സാധിച്ചു. അപ്പൊ പിന്നീട് അങ്ങോട്ട് നമ്മുടെ വണ്ടി ഒട്ടും കടന്നു പോകാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് തന്നെയാണ് ഈ വണ്ടി വളരെ പതുക്കെ നിരങ്ങി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ വാഹനത്തെ കവർ ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ ആ വാഹനത്തിലേക്ക് നോക്കുമ്പം പോലീസ് യൂണിഫോമിൽ അല്ലാത്ത ഒരു വ്യക്തി അതിന്റെ ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്നു. വെറുതെ ഇരുന്ന് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ചില്ല് താത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ ഈ ഒരു വെഹിക്കിള് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്, വഴിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ മാർഗ്ഗതടസ്സം സൃഷ്ടിച്ച് കിടക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നത്. സാറ് ഇച്ചിരി ഒന്ന് മാറ്റിയിട്ടിരുന്നെങ്കിൽ, ഒത്തിരി സ്പേസ് അപ്പുറത്ത് കിടപ്പുണ്ട്, മാറ്റിയിട്ടിരുന്നെങ്കിൽ വലിയ ഉപകാരമല്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ച് പോരുകയും ചെയ്തു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ചെറിയ മോൻ പറഞ്ഞു, അച്ചായി ഒരു വണ്ടി, പോലീസ് വണ്ടി ഓണടിച്ച് വരുന്നുണ്ട്, പുറയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് എമർജൻസി ആയിട്ട് വരുന്ന പോലെ തോന്നി, നിരന്തരമായിട്ട് ഓണടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി കൊടുത്ത വണ്ടി കടന്നു പോകുമെന്ന് വിചാരിച്ചിട്ടും കടന്നു പോകാതെ പെട്ടെന്ന് തന്നെ മുമ്പിൽ കയറിയ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താണെന്ന് ഓർത്ത് ഞാനും ബ്രേക്ക് ചെയ്തു. എനിക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റി. പക്ഷെ എൻ്റെ കൈ പോയിട്ട് എൻ്റെ സ്പെഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഇരുമ്പയിൽ പോയിട്ട് ഇടിച്ചു. എനിക്ക് നല്ല വേദന എടുത്തു. എങ്കിലും ഞാൻ ഓർത്തത് യാദർച്ഛ്യമായിട്ട് സംഭവിച്ചതായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഈ ഇന്റർസെപ്റ്റർ വണ്ടി ഇന്നോവ അത് കുറച്ച് മുമ്പോട്ട് പോകും, പിന്നെ നമ്മളെ എന്താ പറയുക പിന്നെയും ബ്രേക്ക് ചെയ്യും, നമ്മളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നതായിട്ട് പിന്നീട് കാണാൻ സാധിച്ചു.